നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല വാഴപ്പിണ്ടി തോരനാണ്. അപ്പം ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഡീറ്റെയിൽസ് അമ്മ ചെറിയ അപ്പം വീഡിയോയിൽ പോവാം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നല്ലൊരു വാഴപ്പിണ്ടി തോരൻ. വാഴപ്പിണ്ടി എന്ന് പറഞ്ഞാൽ ഇതാ വാഴപ്പിണ്ടി. ഇതിന്ന് പുതിയ വാഴ വെട്ടിയത് ഇന്നിപ്പം എടുത്തുകൊണ്ട് വന്ന് പൊളിച്ച് നല്ല റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇത് കഴുകി ഒക്കെ കൊണ്ടുവന്നതാണ്. ഇത് നമ്മൾ തോരൻ വെക്കണം. ഇത് പഴയ കാലങ്ങളിലൊക്കെ, പഴയതെന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇത് തോരൻ വെച്ച് അമ്മച്ചിമാരൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പം നമുക്കൊന്ന് കാണാം. ഇപ്പം ഇങ്ങനെ കട്ട് ചെയ്യണം, ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഭയങ്കര കട്ടിയായിരിക്കും. ഇതിനകത്ത് നൂല് ഇങ്ങനെ ചുറ്റിയെടുക്കും. നൂലിങ്ങനെ കയ്യിലോട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റിയിട്ട് നമ്മളിങ്ങനെ എല്ലാം എടുക്കണം. എടുത്ത് ഇത് നമ്മൾ വെള്ളത്തിൽ ഇടുക. എല്ലാം വെള്ളത്തിൽ ഇട്ടിട്ട് ഓരോന്നും നമ്മൾ വാഴപ്പിണ്ടി എല്ലാം അതിന് വട്ടത്തിൽ അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടു. വെള്ളത്തിൽ ഇടുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ അത് അലമരിയാൻ കറക്കും. ഇപ്പോൾ അരി അന്നേരം വെള്ളത്തിലോട്ടിടണം, അല്ലെങ്കിൽ കറുപ്പ് കളർ വരും. അതിന് വേണ്ടിയിട്ട് അതാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ചെറുതായിട്ട് അരിയണം. അരിഞ്ഞ് നമ്മൾ തോരൻ വെക്കുന്നത്. വാഴ വെട്ടിയ ഉടനെ വേണം ഇത് എടുക്കാനൊക്കെ ഉണ്ടാവും. ഇല്ലെന്ന് വരില്ല, ഇത് പിണ്ടി അഴുക്കായിപ്പോകും. 1-2 ദിവസത്തിനകം ആ പിണ്ടി എടുത്ത് വാഴയുടെ പോള പൊളിച്ച് കളഞ്ഞ് പിണ്ടി എടുത്ത് നമ്മൾ തോരൻ വെക്കണം. ഇപ്പം ആരും ഇന്നും മെനക്കെടത്തില്ല. പക്ഷേ ഒരു കാര്യമാണുള്ളത്, പണ്ടൊക്കെ നൂലെല്ലാം വലിച്ചു കളയുമായിരുന്നു. ഇപ്പോൾ ആരും നൂല് വലിച്ചു കളയത്തില്ല. ഡോക്ടർമാരും പറയുന്നത് നൂല് വലിച്ചു കളയരുത്, കാരണം മൂത്രത്തിൽ കല്ല് മാറ്റുന്നതായി വാഴപ്പിണ്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ നൂല് വലിച്ചു കളയരുതെന്ന് ഇപ്പോൾ ഉള്ളവർ പറയും. നമ്മളേതായാലും കുറച്ച് നൂല് വലിച്ച് ഇത് എല്ലാം ഒന്ന് അരിയട്ടെ, കറുത്ത് പോകാതെ നമുക്ക് അരിഞ്ഞ് വെള്ളത്തിലോട്ടിട്ടിട്ട് നമുക്ക് ഇതൊന്ന് ചെയ്യാം, തോരൻ ചെയ്യും വെക്കാം. എല്ലാം അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ വെച്ചിട്ടില്ല, ഇതിന് കളർ മാറില്ലോ. ഇനി നമുക്കിതൊന്ന് ഊറ്റാം. അരിപ്പയ്ക്കകത്തോട്ടൊന്ന് ഊറ്റാം. വാഴപ്പിണ്ടി എല്ലാം അരിഞ്ഞ് കഴുകി വാരി അരിച്ച് കൂടെ വെച്ചിട്ടുണ്ട്. ഇനിയും അതിന് വേണ്ട അരപ്പുകൾ നമുക്ക് ചേർക്കാം. ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം. ഒരു മുറി തേങ്ങയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് 2-3-4 പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില, അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി, സ്വല്പം ജീരകം. ഇത്രയും സാധനം ഇതെല്ലാം കൂടെ ഒന്ന് ചതയ്ക്കണം. അപ്പോൾ
ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങായും ജീരകവും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകും കരിയാപ്പിലയും എല്ലാം കൂടെ ചതച്ചത് കൂടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി അപ്പം നമുക്ക് ഇത് ഒന്ന് കടുക് വറുത്ത് ഇതൊന്ന് വെക്കാം അടുപ്പയിലോട്ട്. പിന്നെ സ്റ്റൗ ഒന്ന് തീ കത്തിച്ച് അപ്പം നമ്മൾ സ്റ്റൗ കത്തിച്ച് പാനൊക്കെ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇനിയും പാനൊന്ന് ചൂടാവട്ടെ. ആയി കഴിയുമ്പോഴത്തേന് ഈ എണ്ണ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ടൊന്ന് ഒഴിക്കട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി സ്വല്പം നമ്മുടെ ചുവന്നായിരിക്കും അതൊന്ന് ഒഴിഞ്ഞ് വരുമ്പോഴത്തേന് നമ്മൾ ഇച്ചിരി കടുകൂടെ നമുക്ക് ചേർക്കണം. കറി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് പോട്ടെ. കരുവേപ്പിൽ അല്ല വറ്റൽമുളക് അത് പൊട്ടിയിട്ടുണ്ട്. ഇനി 2-3 വറ്റൽമുളക് സ്വല്പം കറിവേപ്പില ചതച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പിണ്ടി ഇങ്ങോട്ട് വാഴപ്പിണ്ടി കൊത്തി വരുന്നത് അതിനകത്ത് അതിന് വാടി അതിൻ്റെ ചെറിയ വേവ് വരുന്നത്. ഇത് വെള്ളമാണ്. അപ്പോൾ പിന്നെ ഇനി നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതൊന്ന് വാടി വഴണ്ട് വയ്ക്കാം. അപ്പോഴത്തെ നമുക്കിതൊന്ന് അടച്ചു വെച്ചു ഒരു 2 മിനിറ്റ് ശ്രമിക്കാം. അത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വെള്ളമുണ്ട് ഇഷ്ടംപോലെ. ഇത് വെന്ത് വരുന്നുണ്ട്. ഒന്നും അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കുറച്ചെങ്കിലും വെന്തോന്ന്. വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഈ അരപ്പങ്ങോട്ടിടാം. കൊച്ചുള്ളിയും വെളുത്തുള്ളിയും തേങ്ങായും പച്ചമുളകും ജീരകവും എല്ലാം കൂടെ ചതച്ചത്. അതെല്ലാം കൂടെ അങ്ങോട്ടിട്ടു. ഇതൊന്ന് ഇളക്കട്ടെ. അതിനകത്ത് കുറച്ച് ഉപ്പിടണം. ഇതേവരെ നമ്മൾ ഇട്ടില്ല. കുറച്ച് ഉപ്പിട്ടു. ഇനി നമ്മൾ കുറച്ച് പരിപ്പ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ പരിപ്പ് ഇതിനകത്ത് ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പം പരിപ്പ് കൂടെ അതിനകത്തോട്ട് ചേർക്കാം. വാഴപ്പിണ്ടിക്കൊക്കെ പയറിടുന്നതിനേക്കാളും നല്ലൊരു പരിപ്പ് ഇടുന്നു. നല്ലൊരു ടേസ്റ്റായിരിക്കും. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഇത് വേണ്ടോന്നൊന്ന് നോക്കാം. ഉപ്പുണ്ടോ എല്ലാം നോക്കാം. അടച്ചു വെക്കാം. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വെന്തോ പറ്റിയോ ഇത് വന്നു. നല്ലതായിട്ടുണ്ട്. ആയിട്ടുണ്ട്. നല്ല റോഡ് നല്ല പിന്നിട്ടാണ്. ഉപ്പൊന്ന് നോക്കട്ടെ. ഉണ്ട്.
അപ്പം നമ്മൾ തോരനായിട്ടുണ്ട്. ഇനി ഒന്ന് നിർത്തട്ടെ. സ്റ്റൗ നിർത്തി നോക്കാം, എന്തൊന്ന് നോക്കിയേക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിരിക്കുന്നു, നല്ല സൂപ്പർ ആയിരിക്കുന്നു. ഇനി ബാക്കിയെല്ലാം അമ്മച്ചി പറയും. അപ്പം വാഴപ്പിണ്ടി തോരൻ റെഡി ആയിട്ടുണ്ട്. പരിപ്പും കൂടി ഇട്ട് തോരൻ വെച്ചത് നല്ല സൂപ്പറായിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കണം. ഇത് പഴയ കാലങ്ങളിലുള്ള ഒരു തോരനാണ്. ഇത് ശരീരത്തിനും മൂത്രത്തിക്കല്ലിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും വെച്ച് നോക്കി വെച്ച് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാം ചെയ്യണം. ഇനിയും അടുത്ത പ്രാവശ്യം നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരെ ബായ്.